മഴയ്ക്കിടയിൽ ചിറയൻകീഴ് ഒരു തിയേറ്ററിലാണ് നാടകം. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേയുള്ളൂ. മേക്കപ്പ് കഴിഞ്ഞവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ. നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്തു ചെയ്തെന്നോ, ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിന്റെ മൂലയിൽ കൊണ്ടുവന്നു വെച്ചു. ആവശ്യമുള്ളവർക്ക് അപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്തതാണ്. തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ ഭ്രാന്തനായാണ് അഭിനയിക്കുന്നത്. വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദക്കുട്ടിച്ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം തിയേറ്ററിന് പുറത്തു നിൽക്കുകയാണ്. സാധാരണ സൈഡ് കർട്ടന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ്. കൃഷ്ണപിള്ളച്ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു പട്ടി ചോറ് കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു. കൃഷ്ണപിള്ളച്ചേട്ടനെ ഗൗനിക്കാതെ നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. കൃഷ്ണപിള്ളച്ചേട്ടൻ അതിബുദ്ധി കാണിച്ചു. പട്ടിയെ തല്ലി ഓടിക്കുന്നതിന് പകരം കഥ കടിച്ചു. എന്നിട്ട് പട്ടിക്ക് വടി കൊണ്ട് ഒരു വീക്ക്. പട്ടി കുരച്ച് ബഹളമുണ്ടാക്കി കർട്ടൻ്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി. ഗോവിന്ദക്കുട്ടിച്ചേട്ടൻ ഇരിക്കുകയാണ്. അടുത്തു തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട്. നാടകം കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലാണ് പട്ടി വന്നു നിൽക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. ഗോവിന്ദക്കുട്ടിച്ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാളൊന്നുയർത്തിയപ്പോൾ പട്ടി സ്റ്റേജിൻ്റെ ഒത്ത നടുവിൽ ചെന്നു നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി. ആകെ തിക്കും തിരക്കും ബഹളവും. കർട്ടൻ ഇട്ടു. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. കഥ തുടരും. KPSC ലളിത. തയ്യാറാക്കിയത് ബാബു ഭരദ്വാജ്.